മനസ്സിന് അത്ര നല്ല സുഖമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. അതൊന്നാമത് നല്ലോണം ഇരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. അതായത് പുള്ളിക്കാരൻ്റെ സമാധാനം എൻ്റെ വിഷമങ്ങളും പരിഭവങ്ങളും പറഞ്ഞങ്ങ് ഇല്ലാണ്ടാക്കും. ഇനി രണ്ടാമത് ഇതുപോലെ കുത്തിയിരുന്ന് എന്തെങ്കിലും വരയ്ക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പൊക്കെ യൂസ് ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ എൻ്റെ പകുതി വിഷമം തീരും. മൂന്നാമത് എനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അത് മോസ്റ്റ്ലി ഇതിനായിരിക്കും. പ്ലസ് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് അങ്ങ് വയറ് നിറച്ച് കഴിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ മനസ്സിന് എന്തോ തീരെ സുഖമില്ലാണ്ട് വരയ്ക്കുന്ന ഒരു 3D ഇല്യൂഷൻ ആർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ മറന്നു കാണുമെന്ന് എനിക്കറിയാം. കാരണം നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് 1 മാസത്തിന് മേലെയായി. പക്ഷെ കുഴപ്പമില്ല, നമുക്കെല്ലാം ഇനി ആദ്യമേ തുടങ്ങാം. അപ്പോൾ നമുക്കിനി ഈ വരയിലോട്ട് വരികയാണെങ്കിൽ കാണുമ്പോൾ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും. കുറേ സ്ക്വയർ വരയ്ക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഓൾട്ടർനേറ്റീവായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കൂട്ടി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതും ഓൾട്ടർനേറ്റീവായിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഫില്ല് ചെയ്യാത്ത സ്ഥലത്ത് പെൻസിൽ യൂസ് ചെയ്തിട്ട്, നമ്മൾ നോർമൽ പെൻസിലായാലും മതി, അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇയർബഡ്സില്ലേ, ആ സാധനം യൂസ് ചെയ്തിട്ട് ആ ഫില്ല് ചെയ്ത സ്ഥലത്തേക്ക് ഒന്നൊരു പോളിഷ് പോലെ ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടാലുണ്ടല്ലോ നിങ്ങൾ ശരിക്കും ഞെട്ടും. വരച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഷടാ ഇത് കൊള്ളാമല്ലോ. കാരണം അത്രയ്ക്കും കോൺസെൻട്രേറ്റ് ചെയ്തല്ല ഞാൻ വരച്ചത്, എന്നിട്ടും ലുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടി. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇതിൽ കിടിലായിട്ട് കിട്ടും. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഇത് എങ്ങനെയുണ്ടെന്ന്. ഇനി നിങ്ങളോടാണ്, എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനേക്കാളുപരി നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ പറയണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും എനിക്കൊരു സന്തോഷം കിട്ടുന്നതും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും കാണാം നമുക്ക്. ടാറ്റാ.